ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. കോർട്ട് സ്റ്റേറ്റ് VS നോബഡി എന്ന് പറഞ്ഞ ഇടത്തിലത്തെ പ്രേമല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയതും അത് 5 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വീറ്റ് ആർട്ട് എന്ന് പറഞ്ഞ ഇടത്തിലത്തെ കഥവൈ തിരന്തയ എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയതും അത് 1 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞു. പിന്നെ ഈ പടത്തിന്റെ ട്രെയിലർ വരും എന്ന് പറഞ്ഞിരുന്നു, അത് വന്നിട്ടുണ്ട്. കണ്ടവർക്ക് കണ്ടോക്കാവുന്നതാണ്. പിന്നെ മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് ലൊക്കേഷൻ സ്റ്റിൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 കിട്ടിയിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഒന്ന് സത്യനന്ദിക്കാടും സംഗീത് പ്രതാപും പിന്നെ മോഹൻലാലും ശ്രീനിവാസനും കൂടി നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ചാക്കോവിന്റെ പടം തെലുങ്കിലും തമിഴിലും റിലീസ് ചെയ്യാൻ പോവാണ് ഈ മാർച്ച് 7 അപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തെലുങ്ക് ട്രെയിലർ എന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഫിനിക്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ തമിഴ്നാട് തിയേറ്ററിൽ ലൈറ്റ്സ് എടുത്തിരിക്കുന്നത് 5 സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ഹയോഡി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ നീമ്പോളുടെ 2 പുതിയ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഒരു വണ്ടിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ആണ്. പിന്നെ ഡക്കോയിറ്റ് എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് സ്വാമിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുള്ള രീതിയിൽ അറിയിച്ചിരുന്നു. ഇന്നലെ രാവിലെ 11:30 എന്തായാലും അറിയിച്ചിട്ടുണ്ട്. അനുരാഗ് കശ്യപ്പാണ് സ്വാമിയെ എത്തുന്നത്. ഇൻസ്പെക്ടർ സ്വാമി എന്നാണ് പറയുന്നത്. എന്തായാലും പിന്നെ ആപ് കൈസേ ഹോ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ കേരള തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതേമാതിരി ഇടി മഴ കാറ്റ് എന്ന് പറഞ്ഞ പടത്തിന്റെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നിറം മാറും ഉലകിൽ എന്ന് പറഞ്ഞ പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ പോയി വാടി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഡിപ്ലോമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ അബ്രഹാം അഭിനയിക്കുന്ന പടത്തിലത്തെ നൈന എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ സച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള തലപതി വിജയുടെ പഴയ പടം അത് റിലീസ് ചെയ്യാൻ പോവുകയാണ് ഈ സമ്മറിന്. എന്തായാലും അത് വീണ്ടും അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഇടക്കിടക്ക് ഇങ്ങനെ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-4 പോസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഇങ്ങനെ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റേഴ്സ്. പിന്നെ ഞാനിയുടെ ഹിറ്റ് തേർഡ് കേസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ അത് 25 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ സൂര്യയുടെ റെട്രോ എന്ന് പറഞ്ഞ പടത്തിന്റെ തെലുങ്ക് സ്റ്റേറ്റിലുള്ള റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സിത്താര എന്റർടൈൻമെന്റ്സ് ആണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ റിലീസിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ദ്രൗപദി 2 എന്ന് പറഞ്ഞ പടത്തിന്റെ കാസ്റ്റിംഗ് കോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പേദ എന്ന് പറഞ്ഞൊരു പടം അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ടീസർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ശ്രീ വിഷ്ണുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ശ്രീ സുബ്രഹ്മണ്യേശ്വര ക്രിയേഷൻസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ നമ്പർ 3 ശ്രീ വിഷ്ണുവാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ബർത്ത്ഡേ കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം പുറത്തിറങ്ങാൻ പോവാണ് April 4 അപ്പോൾ അതിന്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ ദിൽറൂബ എന്ന് പറഞ്ഞ പടത്തിലത്തെ കണ്ണാ നീ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്നലെ 5 പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിന്റെ ഹിന്ദി വെർഷൻ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ സുഴൽ എന്ന് പറഞ്ഞ സീരീസിന്റെ 2ാമത്തെ സീസൺ അത് February 28 ഇന്നലെ വരും എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതേമാതിരി മലയാളത്തിൽ നിന്ന് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇന്നലെ വരും എന്ന് പറഞ്ഞു അതും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ 2 സീരീസ് ആണ്. പിന്നെ ടോവിനോടെ വീട്ടിലേക്ക് സുരേഷ് ഗോപി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ടോവിനൊരു ഫോട്ടോ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ജെന്റിൽ വുമൻ എന്ന് പറഞ്ഞ പടത്തിന്റെ in 8 days എന്ന് പറഞ്ഞിട്ടുള്ള എന്ന് വെച്ചാൽ 8 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡബ്ബ കാറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയിരുന്നു. എന്തായാലും ഇപ്പോൾ അത് 3 മില്യൺ പ്ലസ് വ്യൂസ് അതിന്റെ ഭാഗമായിട്ട് ശരത് കുമാറിനെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ശ്രീ വിഷ്ണുവിന്റെ തന്നെ ബർത്ത്ഡേ ആയിട്ട് മൃത്യുഞ്ജയ് എന്ന് പറഞ്ഞ പടത്തിന്റെ ടൈറ്റിൽ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കുറെ കാലമായിട്ട് നീണ്ടുകൊണ്ടിരിക്കുന്ന ചിയാൻ വിക്രമിന്റെ പടമാണ് ഗൗതം വാസുദേവനെ എടുത്തിട്ടുള്ള ധ്രുവനച്ചിത്രം എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ പടം ഇപ്പോൾ May 1 റിലീസ് ആവുന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്. ഒഫീഷ്യൽ വന്നിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ വരാതിരിക്കാം. കുറെ കാലം നീണ്ടു പോകണമാണ്, അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദീപ് രംഗനാഥന്റെ പടത്തിന് നല്ല കളക്ഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 1.25 കോടിയുടെ മുകളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പടത്തിന് സ്ക്രീൻസ് കുറവായിരുന്നു, പക്ഷെ 2ാമത്തെ ആഴ്ചയൊക്കെ എത്തിയപ്പോഴേക്കും അതിന്റെ അഭിപ്രായം അനുസരിച്ചിട്ട് സ്ക്രീനൊക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പടത്തിലത്തെ മാറ്റിക്കിനാറ് ഒരുത്തരും എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ നായിക ഒരാളായിരുന്നു കയാഡു ലോഹർ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. അപ്പോൾ ആൾക്ക് ഈ പടത്തിന് ശേഷം 6 ഫിലിമിലാണ് ചാൻസ് കിട്ടിയിട്ടുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. തമിഴിലും തെലുങ്കിലും ആയിട്ട് കേൾക്കുന്നതാണ്, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് വെട്രിമാരനും സുധാകരനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജി പ്രകാശിന്റെ കൂടെ വന്നിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അതേമാതിരി ഈ പടത്തിൽ കടലിൽ വരുന്ന കുറച്ച് പ്രത്യേകതരം മനുഷ്യരെന്ന ജീവി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അതിന്റെ മേക്കപ്പ് ചെയ്തിട്ട് ഈ ട്രെയിലർ ലോഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. സീ അഡ്വഞ്ചർ ഫാന്റസി രീതിയിലുള്ള ഒരു പടമാണിത്. എന്തായാലും ട്രെയിലർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ട്രെയിലർ ട്രെൻഡിങ്ങിലൊക്കെയാണ്, കണ്ടവർക്ക് കണ്ടുനോക്കാം. പിന്നെ പടത്തിന്റെ തെലുങ്ക് റൈറ്റ്സ് എടുത്തിരിക്കുന്ന ഗംഗ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സിക്കന്ദർ എന്ന് പറഞ്ഞാൽ സൽമാൻ ഖാന്റെ പടത്തിന്റെ ടീസർ വരും എന്നുള്ള അറിയിച്ചായിരുന്നു AR മുരുകദാസ്. എന്തായാലും ആള് പറഞ്ഞ ടൈമിനെല്ലാം വന്ന് അതിനായിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത്. എന്തായാലും ടീച്ചർ കണ്ടപ്പോൾ നല്ല ടീച്ചറായിട്ടാണ് ഞാൻ തോന്നിയത്. ഇതിന്റെ ഒരു ഗ്ലിംസ് ആയിട്ട് സംഭവം വന്നായിരുന്നു, അതൊക്കെ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ലെന്ന് ഞാൻ പറഞ്ഞാണ്. പക്ഷേ ടീച്ചർ രസമായിട്ടാണ് ഞാൻ തോന്നിയത്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടുവെക്കുക. പിന്നെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞിട്ടുള്ള ആസിഫലിന്റെ പടത്തിന്റെ ടീച്ചർ ഇന്നലെ 6 മണിക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ആ ടീച്ചറും വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ടീച്ചറായിട്ടാണ് തോന്നിയത്. പടം നന്നാവുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും April 3 പടത്തിന്റെ റിലീസ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മഞ്ജു വാര്യർ ഒരു ഫോട്ടോ പങ്കുവച്ചായിരുന്നു. ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഡബിംഗ് സെക്ഷനിൽ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ആരിനായിട്ടാണ് പ്രിയദർശിനി സംസാരിക്കണം എന്നുള്ള രീതിയിൽ ചോദിച്ചുകൊണ്ട് എന്തായാലും ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങളും ഗസ് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യുക. എന്തായാലും എമ്പുരാൻ എന്ന് പറഞ്ഞാൽ March 27 പുറത്തിറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരാഴ്ച മുന്നായിട്ട് ലൂസിഫർ എന്ന് പറഞ്ഞാൽ റിലീസ് ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ March 20 ആയിട്ട് ലൂസിഫർ റിലീസ് ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ കുബേര എന്ന് പറഞ്ഞിട്ടുള്ള നാഗാർജുനയും ധനുഷും മെയിൻ കഥാപാത്രം എത്തുന്ന പടം. ലക്ഷ്മികാന്തനെയാണ് നായിക എത്തുന്നത്. ഈ പടത്തിന്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് June 20 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പോസ്റ്റർ വന്നു. പിന്നെ അജിത് കുമാറിന്റെ ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞ പടത്തിന്റെ ടീച്ചർ ഇന്നലെ 7/3 വരും എന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും 7/3 കുറച്ച് തിയേറ്ററിലൊക്കെ ടീച്ചർ സെലിബ്രേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ഇതിന് മുന്നായിട്ട് ഇതിന്റെ വർക്ക് ചെയ്തിട്ടുള്ള രീതിയിൽ ജി പ്രകാശ് ഒരു ഫോട്ടോ വെച്ചിരുന്നു. അത് ഞാൻ
ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ടീച്ചർ എന്തായാലും പുറത്തിറങ്ങിയിട്ട് ഗംഭീര ടീച്ചറായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് അതിലത്തെ BGM സ്കോർ ഒരു രക്ഷയില്ല, വേറെ ലെവലായിട്ട് തന്നെ GVP ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ ടീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക. പടം April 10 തന്നെയാണ് റിലീസ് ആകാൻ പോകുന്നത്. ആളുടെ ഇപ്പോൾ അടുത്തിറങ്ങിയ വിടാമർശി എന്ന് പറഞ്ഞ ആളാണ്. ആ പടത്തിനായിട്ട് പ്രതീക്ഷിച്ചതിനാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ടീച്ചർ കണ്ടപ്പോഴൊക്കെ നല്ല പ്രതീക്ഷ തന്നെയാണ് തോന്നുന്നത്. പിന്നെ കൂലി എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് റിവീലിംഗ് ടുമാറോ എന്നുള്ള രീതിയിലൊരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ പാട്ടിന്റെ അനൗൺസ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പൂജാക്കിട്ട് ഇതിലുണ്ട് എന്നുള്ള അറിയിക്കണമായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പൂജാക്കിട്ട് ഇതിലുണ്ട് എന്നുള്ള അറിയിച്ചുകൊണ്ടാണ് പോസ്റ്റർ ഇറക്കിയത്. എന്തായാലും ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇതിന് പോസ്റ്റർ പൂജാക്കിയുടെ എന്തായാലും ഒരു സ്പെഷ്യൽ സോങ്ങിന് വേണ്ടിയിട്ടാണ് പൂജാക്കിട്ട് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രജനീകാന്ത് ഈ പാട്ടിൽ ഡാൻസ് കളിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കേട്ടത്. എന്തായാലും വരട്ടെ. പിന്നെ MMN മമ്മൂട്ടി, മോഹൻലാലും, മഹേഷ് നാരായണൻ പടത്തിന്റെ ഡൽഹി ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയതെന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ DK40 നാസിദായിട്ട് നിൽക്കുന്ന ദുൽഖർ സൽമാന്റെ പടം, ആ പടത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് വരാൻ പോവാണ്. അപ്പോൾ ടൈറ്റിൽ റിവീലിംഗ് ടുമാറോ 5 PM എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ഇന്ന് 5 മണിക്ക് ഇതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒഫീഷ്യലായിട്ട് DK40ക്ക് പേര് വരാൻ പോവാണ്. ഇപ്പോൾ ആകാശം ലോകട്ടാര എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതാണ് തുടങ്ങാൻ പോകുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം, ഗംഭീരമാവട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.